ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാ ദിവസങ്ങളിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ചിന്തയാണ്, എല്ലാ കാര്യങ്ങളും ഇന്നിവിടെ പ്രസ്താവിപ്പാൻ കഴിയത്തില്ലെങ്കിലും വേദഭാഗം നമുക്ക് നന്നായിട്ടറിയാം. ഒരു പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയപ്പോൾ ജനം പറഞ്ഞ കാര്യമാണ്, ഒരു അപൂർവ കാര്യങ്ങളെ നാം കണ്ടു. സ്തോത്രം, പ്രൈസല്ലോ. എനിക്കിന്ന് പകൽ ദൈവദാസന്മാരോട്, ഇവിടെയുള്ള ദൈവജനത്തോട്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആ സ്ഥലത്ത്, ആ വീട്ടിനകത്ത് ഒരു അപൂർവ കാര്യം കർത്താവിന് ചെയ്യാൻ കഴിഞ്ഞു. പ്രൈസ്തല്ലോ. എത്ര പേർക്കൊരു ഉറപ്പുണ്ട്, അസാധാരണമായ ചില കാര്യങ്ങൾ ദൈവം ഈ തലമുറയിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സാധാരണ കാര്യങ്ങളല്ല, ഒരു അസാധാരണമായ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശുവിന്റെ നാമത്തിൽ. അത് ആലുവ സെക്ഷൻ ആകട്ടെ, അങ്കമാലി സെക്ഷൻ ആകട്ടെ, എല്ലാ ദൈവദാസന്മാരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശം, ഒരു അസാധാരണ കാര്യം ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണ്. എല്ലാവർക്കും ഒരു അത്ഭുതം കൊണ്ടു ദൈവത്തെ ഭയപ്പെട്ടു, വിസ്മയം പൂണ്ടവരായി തീർന്നു. കാരണം എന്നാണെന്നറിയാമോ? കർത്താവ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, പല കാര്യങ്ങൾ കർത്താവ് ചെയ്തെങ്കിലും, ഈ സ്ഥലത്ത് വന്ന് കർത്താവ് ചെയ്തത് ഒരു അപൂർവ കാര്യമാണ്. നാട്ടുകാർക്കെല്ലാം ബോധ്യമായി, എൻ്റെ യേശു ഇവിടെ ചെയ്തത് ഒരു അപൂർവ കാര്യം കർത്താവ് ചെയ്യാനിടയായി. റിമാർക്കബിൾ തിങ്സ്, റെയർ തിങ്സ് കർത്താവ് ഏത് തലമുറയിലും ചെയ്യാനിടയാകും. ഞാൻ വിശ്വസിക്കുന്നു 2024 ഈ ജൂൺ മാസം 22-ാം തീയതി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആലുവ സെക്ഷനിലുള്ള ദൈവദാസന്മാർ, ദൈവസഭകളെ, ദൈവം നിങ്ങളെ കൊണ്ട് ചില അസാധാരണ കാര്യങ്ങൾ ഈ തലമുറയിൽ ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ തുടക്കം പരിശുദ്ധാത്മാവ് ഈ പകൽ കുറിക്കുകയാ. അതിന്റെ കാര്യം എന്നാണെന്നറിയോ? ചിലര് മർക്കോസിന്റെ വിഷയത്തിൽ പക്ഷെ 4 പേര് ഒരു പക്ഷപാത രോഗി എടുത്തു. ചില ആളുകൾ, ഹലോ, ഒരു റെയർ ഇൻട്രസ്റ്റ് ഉള്ള ചിലര്, സ്തോത്രം, ഒരു രോഗി എടുത്തുകൊണ്ട് വരാൻ, പക്ഷവാത രോഗി എടുത്തുകൊണ്ട് വരാൻ ചില ആളുകൾ സിബിനെ എഴുന്നേറ്റു. ചില ആളുകൾ, എല്ലാവരും അല്ല. മർക്കോസിന് എഴുതി 4 പേരെന്നാ, ഇവിടെ ചില ആളുകളെന്നാ. ശ്രദ്ധിക്കണേ, ഈ താല്പര്യമുള്ള ചിലരെഴുന്നേറ്റാലേ ചില അപൂർവ കാര്യം നടക്കത്തുള്ളൂ. ഒരു സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, ഈ തലമുറയിൽ ചില അപൂർവ കാര്യങ്ങൾ ചെയ്യാൻ അവൻ റെയർ ഇൻട്രസ്റ്റ് ഉള്ള ചിലർ എഴുന്നേൽക്കുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. കാര്യങ്ങൾ വിശുദ്ധ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് 100 പേരുണ്ടായിക്കോട്ടെ, കമ്മിറ്റിക്കാർ 9 എണ്ണം ആയിക്കൊള്ളട്ടെ, ഇതൊന്നും ഒരു വിഷയമല്ല. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള, റെയർ ഇൻട്രസ്റ്റ് ഉള്ള, അസാധാരണമായ താല്പര്യമുള്ള ചിലർ എഴുന്നേറ്റെങ്കിലേ ചില അപൂർവ കാര്യം നടക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ സെക്ഷൻ തലത്തിൽ, പ്രാദേശിക സഭാതലത്തിൽ, ഡിസ്ട്രിക്ട് തലത്തിൽ റെയർ ഇൻട്രസ്റ്റ് ഉള്ള ചിലർ എഴുന്നേൽക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ചില അപൂർവ കാര്യങ്ങൾ അടുത്ത മാസങ്ങളിൽ ഈ സെക്ഷനിൽ നടക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ആത്മശക്തി വ്യാപരിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ, പരിശുദ്ധാത്മ നിശ്ചയത്തോടെ ഇന്ന് വക ഞാൻ വിളിച്ചു പറയുന്നു, ഇതിന്റെ നടുവിൽ ചടകുടഞ്ഞ് എഴുന്നേൽക്കാൻ ചിലർ റെഡിയാകട്ടെ. ഇടത്തും വലത്തുമുള്ളവരെ നോക്കിയാൽ ഒരിക്കലും ഇവരെഴുന്നേക്കത്തില്ല. ഭൂരിപക്ഷം വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല. 4 പേർക്ക് തോന്നി
എനിക്ക് ഈ കിടരോഗി എടുത്തുകൊണ്ട് പോകണം. മനസ്സിലായില്ലേ? സ്തോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ. യാതൊരു പ്രതിഫലവുമില്ല, യാതൊരു അപ്രിസിയേഷനുമില്ല, ആരും പറഞ്ഞിട്ടല്ല, വോളണ്ടിയറായി സൊമ്മനസാലെ ഇതാ 4 പേര് എഴുന്നേൽക്കാൻ റെഡിയായി. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ പ്രാദേശിക സഭകളിൽ 4 പേര് എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ അടുത്ത തലമുറയിൽ, അടുത്ത മാസങ്ങളിൽ ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ പോകുകയാണ്. ഉറപ്പുള്ളവർ ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ, സ്റ്റെപ്പടിക്കാൻ ആര് തയ്യാറാകും? ദൈവം നിങ്ങളെ ഈ തലമുറയിൽ ശക്തിയോട് ഉപയോഗിക്കാൻ പോകുക. ഒരു റെയർ അറ്റംപ്റ്റ്, ഒരു പരിശ്രമം. എന്താണെന്നറിയാമോ? കിടക്കയോടെ എടുക്കാൻ അല്ലേ? ദൂരത്തിൻ്റെ കൈക്ക് പിടിക്കാൻ പോലും നമ്മൾ റെഡിയല്ല. ഇവരുണ്ടല്ലോ 4 പേര് കിടക്കയോടെ എടുക്കാൻ. സ്തോത്രം അല്ലേ? കിടക്കയോടെ. ഏതാ സ്തോത്രം? ഒന്ന് സ്തോത്രം ചെയ്താണ്. അവൻ സ്തോത്രം. ചിലർ പറയട്ടെ അവനോടെ കിടക്കട്ടെ, അവൻ മരിക്കുകയാണെങ്കിൽ അവൻ്റെ അടക്കം നടത്താമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ ചിലർ വന്നിട്ട് ഈ അടക്കം നടത്തിയിട്ട് പോകാനായിട്ട്, മനസ്സിലായില്ലേ? കണ്ടേച്ച് കേട്ടേച്ച് പോകാൻ വേണ്ടി വന്ന ഒരു നല്ല ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് പോകാൻ അവൻ വല്ലാത്ത കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞേച്ച് പോകാൻ വരുമ്പോഴുണ്ടല്ലോ, ഇതാ 4 പേര് എഴുന്നേക്കുക. ഇവനെ ഞാൻ കിടക്കയോടെടുത്ത് മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവരും. ആ ഒരു അറ്റംപ്റ്റ് അല്ലേ, ഒരു പരിശ്രമം നടത്താൻ ആര് റെഡിയാണ്? എൻ്റെ കുട്ടിവേലക്കാരെ, പ്രായമുള്ള പൗരിസ്വാസ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. പ്രേക്ഷണോ ബാക്കിയെല്ലാം എൻ്റെ എനിക്ക് അനുജന്മാരായിട്ടാണ് തോന്നിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ അത്രയും പ്രായമുള്ളവരായിട്ടായിരിക്കും. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരു റെയർ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ പരിശ്രമത്തിന് ചില ദൈവദാസന്മാർ സ്റ്റെപ്പ് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സഭയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് ഈ രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കും? യേശുവിന്റെ നാമത്തിൽ ഒന്ന് കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഈ തലമുറയെ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. രാവിലെ ഇത് പറയാനുള്ള നിയോഗമുള്ളതുകൊണ്ട് ആൾക്കൂട്ടം കണ്ടപ്പം വേണ്ടാന്ന് ചിന്തിച്ചെങ്കിലും ഇത് വിശദീകരിച്ച് പിന്നെ പ്രസംഗിച്ചെന്ന് വന്നാലും ഇന്ന് പകൽ എൻ്റെ അനുജന്മാരോട് എനിക്ക് ഉറപ്പിക്കാനുള്ളത്, ഈ തലമുറയിൽ അലസന്മാരെ ദൈവത്തിന് വേണ്ട. അലസന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്ന സാക്രിഫിഷ്യൽ ലൈഫ്, ത്യാഗപരമായ സേവനം ചെയ്യാൻ കഴിയുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ. വിശ്വാസികൾ എഴുന്നേൽക്കട്ടെ. സഭാ കമ്മിറ്റിക്കാർ എഴുന്നേൽക്കട്ടെ. നിങ്ങളെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഒരു സാക്രിഫിഷ്യൽ ലൈഫ്. ഞങ്ങളെപ്പോലെ പലരും വന്ന് കണ്ടിട്ട് പോയതാ. അവരൊന്നും ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ചില വീട്ടിൽ ചെന്നാൽ നമുക്കറിയാമല്ലോ, സുഖമില്ലാത്ത ചില വീട്ടിൽ ചെന്നാലേ വീട്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. സഹോദരിമാരെ ശ്രദ്ധിച്ചോണേ. പാസ്റ്റർമാരൊക്കെ അതിഥികളായിട്ട് വീട്ടിൽ വരുമ്പോഴറിയുന്ന വീട് എങ്ങനെ ഇട്ടേക്കുന്നുള്ളത്. പക്ഷേ ഈ കിടരോഗി എടുക്കാനായിട്ട് ഇവർ 4 പേര് റെഡിയായി അല്ലേ? കിടക്കയോടെ അല്ലേ? ഫെർബ്യൂം അടിച്ചൊന്നും കിടക്കുകയല്ല, വർഷങ്ങളായിട്ട് ഇവൻ കിടക്കുക. പക്ഷെ ഇവനെ എടുക്കാൻ ഒരു അറ്റംപ്റ്റ്, ഇവനെ എന്തായാലും ഒന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോകാം, കർത്താവിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോകാം. ത്യാഗപരമായി ചില സേവനം ചെയ്യാൻ, കേട്ടോ, ത്യാഗപരമായി ചില സേവനം ചെയ്യാൻ എൻ്റെ കൂട്ടുവേലക്കാർ റെഡിയാണെങ്കിൽ നിങ്ങൾ ചില അപൂർവ കാര്യം കാണും. ഇല്ലെങ്കിൽ നിങ്ങളൊന്നും കാണത്തില്ല. നിങ്ങൾ വെറുതെ 3 വർഷം കഴിയുമ്പോൾ അത് ഒന്നും നടന്നില്ലെന്ന് പറയത്തേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രാദേശിക സഭയുടെ ശുശ്രൂഷകന്മാരായാലും സെക്ഷൻ്റെ ഉത്തരവാദിത്തമായാലും
ഏത് സെക്ഷൻ്റെ ചുമതല വന്നാലും, അത് മേഖലയുടെ ആകട്ടെ, ഡിസ്ട്രിക്റ്റിൻ്റെ ആകട്ടെ, ഈ തലമുറയിൽ നിങ്ങൾക്ക് എന്ത് പരിശ്രമം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അതിനു വേണ്ടി ചില സ്റ്റെപ്പ് എടുക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസിമാരെ ചടകുടഞ്ഞെഴുന്നേൽക്കുവാൻ, ഒരു ത്യാഗപരമായ സേവനം ചെയ്യാൻ ഈ തലമുറയിൽ ആരെഴുന്നേൽക്കും? ആർക്ക് വേണ്ടി? പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, എൻ്റെ യേശുവിന് വേണ്ടി. നിങ്ങളുടെ സേവനത്തെ പാസ്റ്റർമാർ കണ്ടില്ലെന്ന് വരാം, സെക്ഷൻ പ്രസിഡന്റ് കണ്ടില്ലെന്ന് വരാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടില്ലെന്ന് വരാം. അതല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം യേശുവിൻ്റെ അടുക്കൽ ചിലരെ കൊണ്ടുവരാൻ, ത്യാഗപരമായ ചില സേവനം ചെയ്യാൻ ആര് റെഡിയാണ്? അവരിലൂടെ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അപൂർവ കാര്യങ്ങൾ 2024, 2025 വർഷങ്ങളിൽ നിങ്ങളുടെ സെക്ഷനിലും പ്രാദേശിക സഭയിലും ദൈവം നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പോകുകയാണ്. ഇപ്പോഴത്തെ ഇരിപ്പ് മാറ്റിയിട്ട്, ഇപ്പോഴത്തെ പരിപാടി മാറ്റിയിട്ട്, റെയർ ഇൻട്രസ്റ്റോടെ, ഒരു റെയർ അറ്റംപ്റ്റോടെ, ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യുമെന്നുള്ള തീരുമാനത്തോടെ നിങ്ങൾ എഴുന്നേൽക്കുന്നെങ്കിൽ, ഇതാ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അതാ മറ്റാരുമല്ല, ഒരു നേതാവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ നസറനായ യേശുവ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശു എങ്ങനെയാണ് വന്നെന്നറിയാമോ? യേശു പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അവൻ രോഗശാന്തി വരത്തോടെ, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയോടെ ഇതാ ഒരുവൻ നമ്മുടെ നടുവിലേക്ക് വന്നിരിക്കുകയാണ്. അവന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഒരു ടീം സ്പിരിറ്റ് ആവശ്യമാണ്. ഒരു ഭാഗത്ത് അവർ നിൽക്കുമ്പം കർത്താവ് എങ്ങനെ വന്നെന്നറിയാമോ? പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ്, പ്രാർത്ഥനാ മുറിയിൽ നിന്നാണ് വന്നേ. അവൻ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് വന്നത് എങ്ങനെയാണെന്നറിയാമോ? രോഗികളെ സൗഖ്യമാക്കുവാൻ ശക്തിയോടുകൂടെ എന്ത് ചെയ്തിരിക്കുകയെന്നറിയാമോ? ഒരു രോഗശാന്തി വരത്തോടുകൂടെ ഇതാ കർത്താവ് നടന്ന് നീങ്ങുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്യും. രാവിലെ സമയം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സാധാരണ ശക്തിയല്ല, ചിലത് ചെയ്യാനുള്ള വരത്തോടെ ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. അഭിഷിക്തന്മാർക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രാർത്ഥന നിരതരായി നിലകൊള്ളുന്നെങ്കിൽ ഒരു പ്രത്യേക വരത്തോടെ, ശക്തിയോടെ ചില അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ ഇതാ കർത്താവ് അവരുടെ അടുത്തേക്ക് വരുവാനായിട്ടിടയായി. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്. അവൻ ഇന്ന് പകലിൽ അവൻ സെക്ഷനുകളിലുള്ള എല്ലാ ദൈവദാസന്മാരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ അപൂർവ കാര്യങ്ങളെ കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായി. ഇന്ന് ഈ ദിവസങ്ങളിൽ ചില അപൂർവ കാര്യങ്ങൾ കാണാൻ കർത്താവേ എൻ്റെ കണ്ടുകൊണ്ട് കഴിയണമേ, എന്നെ അതിനുപയോഗിക്കണമേ, എന്നെ അതിനായി സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവ് അവസരം നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.